കൂട്ടുകാരെ, ഇവന് പേടി കൂടി കഴിഞ്ഞാലേ പിന്നെ മരമൊക്കെ തിന്നാൻ തുടങ്ങും. ശാന്തിയില്ല, സമാധാനമില്ല, ഒരു കുന്തമില്ല, കാലിൽ മന്തുമില്ല. ഓ സോ സാഡ്. ഇവിടെ പോയി ഹണി ബണ്ട് പോയിട്ട് പിന്നെ സോദാർ ജോ ജോ. സത്യത്തിൽ നിനക്ക് ഇന്ന് എന്താ പറ്റിയത്? എന്ത് പറ്റി? എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? പ്ലീസ് എനിക്ക് മാപ്പ് തരണം. യെസ്റ്റിനെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആക്ച്വലി എനിക്ക് പേടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതും ചെറുപ്പം തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലെ പേടി. പക്ഷെ ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ ഇവന്റ് നടക്കാൻ പോവുകയാണ്. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയാ. എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പക്ഷേ നീ നന്നായിട്ട് റാപ്പ് ചെയ്യുന്നുണ്ടല്ലോ, സംശയമുണ്ടോ? ഒരു സംശയമില്ല. പക്ഷെ നിന്റെ ലിറിക്സ് വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണല്ലോ. അയ്യോ, ഇവന്റെ സ്വന്തം വീട് തന്നെ തിന്നു തീർത്തല്ലോ, സംശയമുണ്ടോ? പോപ്പട്ടെ, ഇവൻ വീടല്ല തിന്ന് തീർത്തത്, മരം മാത്രം തിന്നിട്ടുള്ളൂ അല്ലേ ജസ്റ്റിനെ? അയ്യോ, എന്നെ ഈ കഴുതയുടെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറ്റി തരുമോ? അയ്യോ, ജസ്റ്റിൻ നിന്റെ വീട് എന്താ ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഒരുപാട് പേടി വരുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് മരങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട്. അതാ. നോക്ക്, ആദ്യം നിന്റെ പ്രാക്ടീസിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഇവിടെ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. കണ്ടില്ലേ, ഇവിടെ ഡ്രം സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ഈ സൂവിൽ ആനിമൽസിനെ കണ്ട് പാട്, മനസ്സിന് സന്തോഷവും കിട്ടും, ജസ്റ്റിന്റെ മനസ്സിലെ പേടിയും മാറി കിട്ടും. അയ്യോ, ഇവൻ വല്ലാണ്ടങ്ങ് പേടിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ശബ്ദം ഒന്ന് കുറയ്ക്കേ. ശബ്ദം കുറയ്ക്കുന്ന എന്തിനാ? ഞാൻ ഇതിനെ അങ്ങ് സൗണ്ട് പ്രൂഫ് ആക്കിയേക്കാം, പിന്നെ പ്രശ്നമില്ലല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇനി എനിക്ക് ഇതിനകത്ത് സമാധാനത്തോടെ കഴിയാം, കൂടാതെ ടിവിയും കാണാൻ പറ്റും. സംശയമുണ്ടോ? അയ്യോ, ഇതെന്താ ഈ സംഭവിക്കുന്നത്? അയ്യോ, വാതില് ലോക്കായി. ബണ്ണി, വാതില് പുറത്തു തുറക്ക്. അയ്യോ, ഇത് AC ആണോ ഹീറ്റർ ആണോ? ആ വാതിലും തുറക്കോ. പോപ്പട്ടെ, നീ എന്താണ് പറയുന്നത്? ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. ലിപ് മൂവ്മെന്റ് നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം. അവന് തുള്ളൽ പനി പിടിക്കുമെന്ന് അവൻ പറയുന്നത്. മുട്ട പോലെ പുഴുങ്ങി പോടാ ഞാൻ. മുട്ടയോ? ആ, മനസ്സിലായി. അവനിപ്പോ മുട്ട പുഴുങ്ങിയത് വേണമെന്നാ പറയുന്നേ. ഒരു മിനിറ്റ് ഹണി, പോപ്പട്ടിനെ ഗേറ്റ് ചെയ്ത് പുറത്തിറക്കണം. ഞാൻ മാനുവൽ ഒന്ന് നോക്കിട്ട് വരാം. ബണ്ണി, വേണ്ട, നിക്ക്, ഞാൻ തന്നെ തുറക്കാൻ നോക്കാം. സംശയമുണ്ടോ? രണ്ടിൽ കൂടുതൽ സിസ്റ്റം യൂസ് ചെയ്താൽ വാതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവുന്നതാണ്. അയ്യോ, ഇതൊന്ന് തുറക്കോ, അകത്ത് ഭയങ്കര ചൂടാണ്. കൊള്ളാലോ, സൗണ്ട് പ്രൂഫ് സിസ്റ്റം കേടായി. വാതിൽ ഇപ്പോഴും തുറക്കാൻ പറ്റിയിട്ടില്ല. താക്കോലുണ്ടാക്കുന്ന ആരടുത്തെങ്കിലും നമുക്ക് പോകാം, അതാണ് നല്ലത്. വരൂ. വാവ്, ഈ പൈലറ്റ് എങ്കിൽ എത്ര നന്നായിട്ട് പ്ലെയിൻ ഓടിക്കുന്നേ. എനിക്കിങ്ങനെ ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എടാ ഹണി, നീ എന്താ ഈ കാണിച്ചത്? നീ കാരണം പൈലറ്റ് അങ്കിളുടെ ബോധം പോയി. ഇനിയിപ്പൊ പ്ലെയിൻ ആരോടിക്കും വലിയളിയാ? എല്ലാരും മാറി നിൽക്ക്. ഇന്ന് ഈ പ്ലെയിൻ ഹണി ഓടിക്കും. ഇങ്ങനെയൊക്കെ പ്ലെയിൻ ഓടിക്കാനായിട്ട് എന്ത് രസമെന്നറിയോ? അയ്യോ വലിയളിയാ, വേണ്ട, ഞങ്ങൾക്ക് ഒരുപാട് ജീവിതം ബാക്കിയുള്ളതാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ കൊച്ചളിയാ. ഹണി, നിനക്ക് പ്ലെയിൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, സംശയമുണ്ടോ? അത് ശരി, എന്നാ പിന്നെ നീ ഇരുന്നങ്ങ് ഓടിക്ക്. അയ്യോ, ഇതിന് വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല. കൂട്ടുകാരെ, മുറുക്കെ പിടിച്ചിരുന്നു. ഇപ്പൊ കണ്ട ജനങ്ങനെ ലാൻഡ് ചെയ്യിക്കാൻ പോകുന്നത്.
കൂട്ടുകാരെ ജീവൻ വേണമെങ്കിൽ ചാടിക്കോ. ലോകത്തിലെ ഏറ്റവും നല്ല ചോക്ലേറ്റ് ആണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ ചോക്ലേറ്റ് നാവിൽ വച്ച ഉടൻ തന്നെ അലിഞ്ഞു പോകും. ഇതിന്ന് ഞാനൊരു ചോക്ലേറ്റ് എടുത്തോട്ടെ. ഹണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ. അയ്യോ, നമ്മുടെ കൂട്ടുകാർ ടോയും ചോക്ലേറ്റ് ആയിട്ട് മാറി. അത് കുഴപ്പമില്ല, നമുക്ക് ചോക്ലേറ്റും ടോയ്സും പൊളിച്ച് അവരെ പുറത്തെടുക്കാമല്ലോ. വാച്ച്മാനെ, വാച്ച്മാനെ. ആരും തന്നെ ഒരു മറുപടിയും പറയുന്നില്ല. എന്നാ പിന്നെ ഞാൻ മറുപടി പറയട്ടെ. നീ മറുപടി പറഞ്ഞു കഴിഞ്ഞാ വാതിലെന്താ തുറന്നു വരുവോ? നിനക്ക് മറുപടിയാണോ വേണ്ടത്, അല്ലെങ്കിൽ വാതിൽ തുറന്നു കിട്ടണോ? ഇതിന്റെ വാതിൽ എങ്ങനെയെങ്കിലും തുറന്നു കിട്ടണം. കാരണം എന്നാ പിന്നെ ഡോർബെൽ അടിച്ചൂടെ കഴുതകളെ? ഇയാളെ കുട്ടികൾ സ്ഥിരമായിട്ട് ഡോർബെൽ അടിച്ച് ശല്യപ്പെടുത്താറുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഡോറിന്റെ ബെല്ല് പോലും എന്താ പുറത്താ വെച്ചിരിക്കുന്നേ. ഈ ഗേറ്റ് ചാടിക്കിടന്ന് പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചെയ്യണേ. എനിക്ക് ഇനിയും ചൂട് സഹിക്കാൻ വയ്യ. എന്താ സംശയമുണ്ടോ? ഈ വാതിൽ എങ്ങനെയാ തുറക്കുന്നത്? എങ്ങനെയെങ്കിലും ഇതൊന്ന് തുറക്കണം മരങ്ങുടന്മാരെ. എന്റെ പൊപ്പട്ടെ, നീ പറയുന്നത് കേട്ട ഇത് ഗോലിബാബയുടെ കഥയിലെ വാതിലാന്ന് തോന്നും. തുറക്കു സിംസ് എന്ന് പറഞ്ഞാലേ ഇതൊന്നും തുറക്കില്ല. ഇത്രയും ഭക്ഷണോ? മനുഷ്യ അധ്വാനിക്കുന്ന എന്തിനാ? കഴിക്കാൻ വേണ്ടി. ചേട്ടാ, ഈ കേജ് ഒന്ന് തുറക്കണം. ലഞ്ച് ടൈം. മനുഷ്യ അധ്വാനിക്കുന്ന എന്തിനാ? കഴിക്കാൻ വേണ്ടി. കൂട്ടുകാരെ, ഈ മാനുവലിൽ നിക്കോളാസിന്റെ നമ്പർ ഉണ്ട്. കോൾ ചെയ്തിട്ട് ഈ ഗേജ് എങ്ങനെയാ തുറക്കണ്ടെന്ന് ചോദിക്കേ. ഹലോ, ഹായ്, വെൽക്കം ടു മൈ ഷോപ്പ്. നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിരിക്കുന്നത് സ്മാർട്ട് അല്ല, സ്മാർട്ടസ്റ്റ് ടിവി. ഇതിൽ ഇന്റർനെറ്റും ഉണ്ട്, വൈഫൈയും ഉണ്ട്. ഇതുവരെ ഇല്ലാത്ത ചാനൽ വരെ ഈ ടിവിയിൽ കാണിക്കും. ഏതോ ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് കോള് പോയത്. ടി വി വിൽക്കുന്ന പരസ്യം കേട്ടത്. എന്താ വാങ്ങിക്കണോ? അത് ഈ ഫോണൊന്ന് വെക്ക്. ചേട്ടാ, ഒന്ന് വേഗമാകട്ടെ, ഈ കേജ് ചൂടാകുന്നുണ്ട്. ഭക്ഷണമാണെങ്കിൽ തണുത്തോണ്ടിരിക്കുക. എന്റെ പൊന്നളിയാ, നീ ആ നിക്കോളാസിനെ പെട്ടെന്ന് വിളിക്കേ. കുറച്ച് പാടാണ്, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഹലോ, ആ കേജിന്റെ ലോക്കിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വിളിച്ചത്. ഏതൊക്കെ ഇപ്പൊ പഴയതല്ലേ? പുതിയ ടാബ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, നല്ലതല്ലേ? സോറി, റോങ് നമ്പർ. ഇവിടെ അങ്ങനെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എടാ ഒന്ന് നിർത്ത്. ഞാൻ ചതഞ്ഞറിഞ്ഞു പോവും. സംശയമുണ്ടോ? നിക്ക്, ഇതൊട്ട് ശരിയാകുമെന്ന് തോന്നുന്നില്ല. നീ ആ നിക്കോളായി വിളിക്ക്. കിട്ടിയില്ല. വിളിച്ചതാണെങ്കിൽ റോങ് നമ്പർ ആയിരുന്നു. ഒരു മെഡിക്കൽ സ്റ്റോറുകാരനാ. അയാള് ടാബ്ലറ്റ് വേണമെന്നാ ചോദിച്ചേ. കൊള്ളാലോ, ഇത് ഹലുവ തന്നെയാ. അപ്പൊ ഇത് ചോക്ലേറ്റിന്റെ മരം തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മൾ വന്നിരിക്കുന്നത് വണ്ടർലാൻഡിലാണെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഇവരൊക്കെ ആരാണ്? നമ്മുടെ നാട് തിന്ന് തീർക്കാൻ വന്നതാണോ? എന്തായാലും വാ, നമുക്കൊന്ന് പോയി ചോദിക്കാം.
ഇവൻ നമ്മുടെ വീടാ തിന്നുന്നത്. പൂച്ചയല്ലേ രാക്ഷസനാ. ഇനി മേലാളിങ്ങനെ തിന്നു പോകരുത് പറഞ്ഞേക്കാം. നിങ്ങളൊക്കെ ആരാണ്? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? നിന്റെ കൂട്ടുകാരെ കൊള്ളാലോ. എന്റെ സാബ്ജി വാ നമുക്ക് ഇവിടുന്ന് പോകാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ കൂട്ടുകാരല്ല. അത് നിക്ക് പിടങ്ങി പോവല്ലേ. ഈ ഒരു ചെറിയ കാര്യത്തിലാണോ നിങ്ങൾ ഇങ്ങനെ പിടങ്ങി പോകുന്നത്? ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ. ഞങ്ങൾ കണ്ടായിരുന്നു നിങ്ങളുടെ പ്ലെയിൻ ദാ അവിടെ വീഴുന്നത്. സാബ്ജി ഇവര് നല്ലവരാണ്. ഇവരുടെ പ്ലെയിൻ നമുക്ക് നന്നാക്കി കൊടുക്കണം. താങ്ക് യു. പക്ഷെ നിങ്ങളൊക്കെ ആരാണ്? ഇവരാണ് സാന്റാക്ലോസ്. സാന്റാക്ലോസ് അതെ, ഇതാണ് ഗുഷൽബ്, ഇത് റൊണാൾഡ്. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്താണ് ഇവിടെ ചെയ്യുന്നത് കുട്ടികളെ? ഞങ്ങൾ വന്ന പ്ലെയിനെ ക്രാഷായി. എന്താ, പ്ലെയിൻ ക്രാഷായോ? അതെ സാബ്ജി ഞാൻ കണ്ടായിരുന്നു. ദേ അവിടെ കിടക്കുന്നതാ ഇവരുടെ പ്ലെയിൻ. രാത്രി പകല് പോലത്തെ വെളിച്ചമോ? അതെ കുട്ടികളെ, ഈ പ്രകാശം സിറ്റാർ കാരണമാണ്. സത്താർ നാട്ടില് ബേക്കറി നടത്തുമല്ലേ? അയ്യോ, സത്താറല്ല, ഞാൻ പറഞ്ഞത് സിറ്റാർ. ഞാനും സ്റ്റാർ എന്ന് തന്നെ പറഞ്ഞത്. അതെ എന്തിനാ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നത്? ഈ സിറ്റാർ എന്താണ്? അയ്യോ സാബ്ജി ഇത് നിങ്ങളുടെ ലാംഗ്വേജിന്റെ പ്രശ്നമാണെന്നേ. സാബ്ജി പറഞ്ഞത് ശരിയാണ്. അങ്കിൾ പറഞ്ഞത് സ്റ്റാർ എന്നാണ്, പക്ഷെ പറഞ്ഞ രീതിയും ഞങ്ങൾ കേട്ട രീതിയും വ്യത്യസ്തമാണ്. ആ അതെ അത് തന്നെ. അപ്പൊ സാബ്ജി പറഞ്ഞു വരുന്നത് ഈ സിറ്റാർ കാരണമാണ് പ്രകാശം ഉണ്ടാകുന്നതെന്നാ. പിള്ളാരെ, ദേ ആ ആകാശത്ത് കാണുന്നില്ലേ? നിങ്ങൾ ഈ സിറ്റാറിന്റെ സിറ്റാർ എന്നല്ലേ പറയുന്നത്? ഞങ്ങൾ ഈ സിറ്റാറിന്റെ സിറ്റാർ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ലക്കി സിറ്റാർ ആണ് ആ ക്രിസ്മസ് ട്രീയിൽ വെച്ചിരിക്കുന്നത്. ഈ പ്രകാശം അതിന്റെ പവറാണ്. അഥവാ ഈ സിറ്റാർ മോഷണം പോയാൽ ഈ കാണുന്നതൊക്കെ ഫ്രീസ് ആയി പോകും. ഞാനടക്കമുള്ള എല്ലാവരുടെയും മാന്ത്രിക ശക്തി നഷ്ടമായി പോകും. ഈ സിറ്റാർ ഞാൻ എന്റെ സ്വന്തമാക്കും. സ്റ്റാർ കൊടുത്തില്ലെങ്കിൽ തന്നെ ഇടിച്ചിടിച്ച് ഞങ്ങൾ ഇവിടെ പീസാക്കും പറഞ്ഞേക്കാം. അയ്യോ വേണ്ട മക്കളെ, ഇന്ന് ക്രിസ്മസ് ആണ്. ആർക്കും ഒരു വിഷമവും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഇന്ന് ഇവനെ കുറച്ച് ദുഃഖിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളെയും ഇവ ഇങ്ങനെ കരയിപ്പിക്കും. ഞങ്ങൾ നീ വിചാരിക്കുന്ന പോലെ സാന്റാക്ലോസ് അല്ല. മാത്രമല്ല ഞങ്ങൾ നന്നായിട്ട് തല്ലുകയും ചെയ്യും. അയ്യോ വേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ എന്താ സിത്താറല്ലേ വേണ്ടത്? ഞാനത് തന്നേക്കാം. സിറ്റാർ അല്ല, ഞങ്ങക്ക് വേണ്ടത് സ്റ്റാർ ആണ്. അയ്യോ അതെ അത് ഞാനങ്ങ് തന്നേക്കാം. സാന്റാങ്കിളെ ഇയാളെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? മക്കളെ, ഇന്ന് ക്രിസ്മസ് അല്ലേ. ഇന്ന് ആരെയും വിഷമിപ്പിക്കണ്ട, വെറുതെ വിട്ടേക്ക്. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് എങ്ങനെ അഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആകും. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ എടോ ഞാൻ രാവിലെ കുളിച്ചതാ, പിന്നെന്തിനാ എന്നെ കുളിപ്പിക്കുന്നേ? സോറി, ഇത് ഫയർ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ചെയ്യുന്നതിനായിരുന്നു. കേജിൽ തീ പിടിച്ചാലുള്ള സുരക്ഷയ്ക്കാ. സോറി. വേഗം ഇതൊന്ന് നിർത്താൻ നോക്ക്. വാതിലിൽ കൂടെ പുറത്തിറക്ക്. ഈ കുഴികളിൽ കൂടി അല്ല. സംശയമുണ്ടോ? റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുഴിയിലൂടെ അല്ല പുറത്തെടുക്കുന്നത്. കൂടുതൽ സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ബാക്കിംഗ് സിസ്റ്റം ഓൺ ആകും. മണി, ഈ കേജിൽ അകപ്പെട്ട് പോയതിനേക്കാളും പേടി ഇയാളിപ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോഴാ. സംശയമുണ്ടോ? അയ്യോ സാറിന് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ലെഫ്റ്റിലുള്ള എല്ലാ സ്ക്രൂവും ഏതോ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ട്രൈ ചെയ്യേണ്ടത് റൈറ്റിലെ സ്ക്രൂ ആണ്. മാനുവൽ എന്റെ കയ്യിത്താ, ഞാനത് വായിച്ചിട്ട് പറഞ്ഞുതരാം. റൈറ്റിലാണ്. റൈറ്റിലുള്ള 4 സ്ക്രൂവാ അഴിക്കേണ്ടത്. സംശയമുണ്ടോ? ചിലപ്പോ നീ പറഞ്ഞ പോലെ റൈറ്റ് ആയിരിക്കും, പക്ഷെ അത് റോങ് ആയിരിക്കും. വീണ്ടും വായിക്കേ. അത് തന്നെ എഴുതിയിരിക്കുന്നേ. വെരി ഗുഡ്. ഇനി ഫ്ലാപ്പ് ലെഫ്റ്റിലേക്ക് തിരികെ. ആ അടിച്ചു പൊളച്ചു തിമിർത്തു. ഇനി കേജിന് മുകളിൽ നിന്ന് അമർത്ത്. എടോ സാന്റാങ്കിളെ, ഞാനിതാ വന്നിരിക്കുന്നു. താനെന്താ എന്നെ തടയുന്നില്ലേ?
ഞാനിന്ന് ക്രിസ്മസ് ട്രീ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. താൻ എന്നെ തടയുന്നില്ലേ? വേഗം വാ. ജിങ്കിള് ബല്ല്, ജിങ്കിള് ബല്ല്, ജിങ്കിൾ ഓൾ ദ ബല്ല്. ക്രിസ്മസ് ട്രീ ഞാൻ അടിച്ചു മാറ്റും. വേഗം വായോ അങ്കിൾ. എന്താ ഞങ്ങളുടെ സഹായം വേണോ? എടാ, ഞാൻ നിന്നെയൊക്കെ തല്ലി താഴെയിട്ടിട്ട് ഈ ക്രിസ്മസ് ട്രീ മാറ്റി ഇവിടുന്ന് കടന്നു കളയും. നീ പറഞ്ഞത് തെറ്റാണ്. നിന്നെ ഞങ്ങൾ തല്ലും. നിനക്ക് ഇവിടെ ക്രിസ്മസ് ട്രീ കൊണ്ടുപോകാൻ കഴിയില്ല. കൊച്ചലിയ, എനിക്കൊരിക്കലും സാന്റാക്ലോസിനെ തല്ലാൻ കഴിയില്ല. മിക്കവാറും ഞാൻ സാന്റാക്ലോസിന്റെ തല്ല് വാങ്ങിക്കൂട്ടും. അയ്യോ. ഇത് സാന്റയല്ല, ചെകുത്താനാണ്. ഹണി, ദാ ഇപ്പൊ ഇയാള് സാന്താക്ലോസ് അല്ല. ഇനി അയാളെ തല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സംശയമുണ്ടോ? One love. ലവ് യു ടു കൊച്ചലിയ. One loveന്റെ അർത്ഥം പെണ്ണിൽ 0 പോയിന്റിന് 1 love എന്നാണ് അർത്ഥം. ഓ, അപ്പൊ പോയിന്റിലാണോ ലവ് എന്ന് പറയുന്നത്? അപ്പൊ നീ പറഞ്ഞതിൽ ലവ് ഉണ്ട്. ലവ് ടു ബി നോട്ടഡ് മൈ ലോഡ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങൾ എല്ലാരും ഒരുപാട് പോയിന്റ് ആണ്. നിങ്ങൾ എല്ലാരും വളരെ പോയിന്റ്ലിയാണ്. ഐ മീൻ ലവ്ലിയാണ്. പിന്നെ കണ്ടു നാളെ അവനെ കാണാം. രണ്ട് കണ്ണും തല്ലി നടക്കുന്നവനെ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. ഞാനാ ജസ്റ്റിൻ ബീവർ. നീ ബോട്ട് തിന്നുന്നേ. അത് പിന്നെ നമുക്ക് ആ കരയിലെത്താൻ പറ്റിയില്ലെങ്കിലോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എനിക്ക് മാപ്പ് തരണം. എന്റെ ജസ്റ്റിനെ, നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഇല്ലേ? ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് എങ്ങനെയാ ശരിയാവുന്നേ? എനിക്കറിയില്ല ഇനി നിന്റെ അവസ്ഥ എന്താകുമെന്ന്. ഞങ്ങളുടെ അല്ല, നിന്റെ. അതെ, ഞാനും നിന്റെ എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് നീയാണ് പറയേണ്ടിയിരുന്നെന്നാണ്. എന്റെ അവസ്ഥ എന്താകുമെന്ന്. ഞാനും അതല്ലേ പറഞ്ഞത്, എന്താകും നിന്റെ അവസ്ഥയെന്ന്. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒന്നുമില്ല എന്റെ പൊന്നോ. എനിക്ക് ഇത് കേൾക്കുമ്പോഴും ചെറുതായിട്ടൊക്കെ പേടി തോന്നുന്നുണ്ട്. ഇതാണ് എന്റെ ലേറ്റസ്റ്റ് ക്രിയേഷൻ, ഡോഗ്ലു. ഇത് താങ്കളാണ് ഉണ്ടാക്കിയത്? മൈസെൽഫ് നിക്കോളാസ്. ജെറ്റ് പോലെയാണ് എന്റെ കണ്ടുപിടുത്തം. നിക്ലോസ് സാർ, ഇത് ഗ്ലൂ ആണ്. റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. ഇത് ഡോഗ് ഹൗസ് ആണ്, അതുകൊണ്ട് ഇത് ഡോഗ്ലു ഇത് ആണ്. എന്താണ് പ്രത്യേകത ഉള്ളത്? അകത്തേക്ക് പോകുന്ന എൻട്രി മാത്രമേ മാറ്റുള്ളൂ. ബാക്കിയെല്ലാം ഇഗ്ലൂവിനെ പോലെ തന്നെയുണ്ട്. റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേണ്ട, താങ്ക് യു. അയ്യോ, പറയുന്നത് കേക്ക്. പിന്നെ ഇതാണ് എന്റെ ബെസ്റ്റ് ഇൻവെൻഷൻ, ഹൈടെക് വെൽ പ്രൊട്ടക്റ്റഡ് കേജ്. നമ്മുടെ വീട്ടിലുള്ള പക്ഷികൾക്ക് വേണ്ടിയാണിത്. വാവ്, അടിപൊളി കേജ് ആണല്ലോ. ന്യൂജൻ കേജ് ആണ്. ഇത് കാണാനും സൂപ്പർ ആണ്. നിക്കോളാസ് കേജ്. ഇതിൽ TV ഉണ്ട്, AC ഉണ്ട്. ഈ കേജിനകത്ത് AC എങ്ങനെ വർക്ക് ചെയ്യുന്നേ? റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. AC ഓൺ ആവുന്നതിനോടൊപ്പം ഇതിനെ ഒരു ഓട്ടോമാറ്റിക് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യും. ഈ ബ്ലാക്ക് റിമോട്ട് കേജിനെ സൗണ്ട് പ്രൂഫ് ചെയ്യും. ടിവിയും കട്ടിലും ഒക്കെ ലക്സറീസ് ആണ്. നിങ്ങളുടെ പ്രൈവസിക്ക് പൂർണ്ണ ഗ്യാരണ്ടി. ഈ കേജ് എനിക്ക് ഉറപ്പായും വേണം. ഇതിനകത്ത് ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങും. സംശയമുണ്ടോ? ഇയാളുടെ പ്രോഡക്റ്റ് ശരിയാവില്ല പോപ്പട്ടെ. അത് വേണ്ട. പറ്റില്ല. എനിക്കും സ്വന്തമായ ഒരു വീട് വേണം. ഇനി അങ്ങോട്ട് സ്വസ്ഥമായി എനിക്കൊന്ന് ജീവിക്കണം. സംശയമുണ്ടോ? അതിന് നീ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. പിന്നെ ഇതിൽ കയറാൻ എപ്പോ സമയം കിട്ടാനാ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ മൂടുള്ളപ്പോഴൊക്കെ പോവും. മാത്രമല്ല, ഈ കേജ് എടുത്തു കഴിഞ്ഞാൽ 2 ടിവിയും കാണാമല്ലോ. ഇഷ്ടമുള്ള ഷോ കാണുകയും ചെയ്യാം. റിമോട്ടിന് വേണ്ടിയുള്ള വഴക്കം ഉണ്ടാവില്ല. ചെറിയ AC ഉണ്ട്. കറണ്ടിന്റെ ഉപയോഗമാണെങ്കിൽ കുറഞ്ഞും കിട്ടും. സംശയമുണ്ടോ? പോപ്പട്ടെ, അത് വേണ്ട. എനിക്ക് ഈ കേജ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഒരു അടി അനങ്ങില്ല. സംശയമുണ്ടോ?